എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നത് മാർക്കറ്റിങ്ങിന് പൈസ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ രഞ്ജിത്ത്, ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. കുറേ കാലങ്ങളായിട്ട് കമ്പനികളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉണ്ടാക്കുകയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ജോലി. ഏകദേശം 3200-ലധികം കമ്പനികളെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കേരളത്തിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെയായി. എങ്ങനെയാണ് 5 പൈസ ചെലവില്ലാതെ നമുക്ക് മാർക്കറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുക? 5 പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, സോഷ്യൽ മീഡിയയെ കൃത്യമായി ലിവറേജ് ചെയ്യുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പല ആളുകളും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ മാത്രമാണ് ആലോചിക്കുന്നത്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രമല്ല, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും, അത് ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാമുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, പിൻട്രസ്റ്റ് ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, എക്സ് ആവട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടാക്കിയെടുക്കുകയും കൃത്യമായി കൺസിസ്റ്റൻ്റായി അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും സ്വാതന്ത്ര്യദിനത്തിന് ഒരു പോസ്റ്റർ ഇട്ടു അല്ലെങ്കിൽ ഓണത്തിന് ഒരു പോസ്റ്റർ ഇട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് മനസ്സിലാക്കി കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായി ഷെയർ ചെയ്താൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ കസ്റ്റമറിന് കുറേ ഇൻഫർമേഷൻ കൂടി ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും മാത്രമൊന്നുമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻ അവനാവശ്യമുണ്ട്. ഇപ്പോൾ കൃഷിക്കാരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് വിചാരിച്ചോളൂ. കൃഷിക്കാർക്ക് തീർച്ചയായിട്ടും, ഇപ്പോൾ നിങ്ങളൊരു ഫെർട്ടിലൈസർ വിൽക്കുന്ന കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്. യാതൊരു സംശയം വേണ്ട, അവർക്ക് പലതരത്തിലുള്ള കൃഷി രീതികളെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണും, പലതരത്തിലുള്ള ആളുകൾ വിളവെടുക്കുന്നത് കാണാൻ താല്പര്യം കാണും, പലതരത്തിലുള്ള പുതിയ യന്ത്രങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണും. ഇത്തരത്തിലുള്ള പുതിയ ഇൻഫർമേഷൻ കൃത്യമായിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് ഇവരെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ പ്രശ്നം എപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും ഇതൊക്കെ ആദ്യം ഒന്ന് ഉണ്ടാക്കി വെക്കും, അതിനുശേഷം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ മാത്രം ചിലപ്പോൾ ചെറിയ രീതിയിലൊന്ന് അഡ്രസ്സ് ചെയ്തെന്ന് വരും. ലിങ്ക്ഡിനിലോ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ എക്സിലോ ഒന്നും ആക്റ്റീവ് ആകുന്ന ആളുകൾ വളരെ കുറവാണ്. ഇത് ഓരോന്നും ഓരോ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലിങ്ക്ഡിനിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എക്സ്പോഷർ കിട്ടുകയും വലിയ വലിയ കമ്പനികളും ആളുകളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്തേക്കാം. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമും ഓരോ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് അത് സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസ് ഉണ്ട്. ബ്രഹ്മ ക്രിയേറ്റീവിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരുപാട് ക്ലയൻസിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും അവരുടെ പേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമല്ല ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു കൺസൾട്ടൻറ്റിനെ വെച്ച് ഒരു റിക്കറിംഗ് സർവീസ് ഫീ തരാൻ താല്പര്യമില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൈസയൊന്നും ചിലവില്ലാതെ തന്നെ നിങ്ങൾക്ക് ഓർഗാനിക്കലി ചെയ്യാവുന്നതാണ്. നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ ഇതിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് മനോഹരമായ ആളുകളെ എൻഗേജ് ചെയ്ത് നിർത്താം. ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ. ആദ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ 1-2 ലൈക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കാണാം, ആളുകൾ വരുന്നത് കാണാം. നിങ്ങളുടെ കോണ്ടന്റിന് വാല്യൂ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെട്ട് പോകുന്നതും കാണാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ട്രാറ്റജി സോഷ്യൽ മീഡിയയെ വളരെ സീരിയസ് ആയി കാണുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ്, റെഫറൽസും റിവ്യൂസും മേടിക്കുക. ഗൂഗിൾ റിവ്യൂ പോലുള്ള, ഫേസ്ബുക്ക് റിവ്യൂ പോലുള്ള സംഭവങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് SEO കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റുകൾ. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ട്രെയിനർ ആണെങ്കിൽ യു ആർ ദ ബെസ്റ്റ് ട്രെയിനർ എന്നൊക്കെ പറയുന്ന തരത്തിൽ ആളുകളെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുക. നമുക്ക് കസ്റ്റമേഴ്സ് 1-2 ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇവരെ കൊണ്ടൊക്കെ റിവ്യൂസ് എഴുതിപ്പിക്കുക. കൂടുതൽ റിവ്യൂ ആവും തോറും, നിങ്ങളുടെ കീവേഡുകൾ കൂടുതലാവും തോറും ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ റിവ്യൂ ഇടാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും ചിലവില്ല, ആർക്ക് വേണമെങ്കിൽ. അപ്പോൾ ഒരു ദിവസം ഒരു 10 റിവ്യൂ നിങ്ങൾ ആളുകളെ കൊണ്ട് ഇടിപ്പിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാവാം, അറിയാത്ത ആളുകളാവാം. ഒരു റിവ്യൂ ഇട്ട് എന്താ പ്രശ്നമുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഒരു 10 റിവ്യൂ ടാർഗറ്റ് ചെയ്ത് ഇടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 10 റിവ്യൂ ഒരു ദിവസം ഇട്ടാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3500-ൽ കൂടുതൽ റിവ്യൂസ് ആയില്ലേ? 3500-ൽ കൂടുതൽ റിവ്യൂസൊക്കെ നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ സർവീസിനോ കമ്പനിക്കോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്നിപ്പോൾ നമുക്ക് എന്താവശ്യം വന്നാലും ആൾക്കാർ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. സോ നിങ്ങൾ ലിസ്റ്റഡ് ആവും.
നിങ്ങളെക്കുറിച്ച് വലിയ ഇമേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ റിവ്യൂസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, ചെറിയ മറ്റുള്ള ബിസിനസ്സുകളുമായിട്ട് വേണമെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിറ്റർജൻസ്, ലിക്വിഡ് വാഷുകൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ലിക്വിഡ് വാഷുകൾ ചെയ്യുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിക്കടയുമായി, ചെറിയ ഒരു തുണിക്കടയുമായിട്ട് കൊളാബറേഷനിലേക്ക് പോവാം. ചെറിയ തുണിക്കടയുമായിട്ട് കൊളാബറേഷനിലേക്ക് പോകുമ്പോൾ അവർ വലിയ കോസ്റ്റ് ഒന്നും ആവശ്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ചെറിയ പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് വലിയ കോസ്റ്റ് ഇല്ലാതെ മാർക്കറ്റിങ്ങും വിസിബിലിറ്റിയും ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ ഒരു ഷോപ്പിൽ പോയി ചോദിച്ചു, അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് എല്ലാവരും പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾ ധരിക്കരുത്. പല ആളുകളും കൊളാബറേഷന് തയ്യാറാവും. അവർക്ക് കൂടി മെച്ചമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് പോകുമ്പോൾ അവർക്കൊരു കട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റെഡി ആവുമല്ലോ. അപ്പോൾ കൊളാബറേഷൻ പോസിബിലിറ്റീസ് ആലോചിക്കുക. അതും പൈസ ചെലവില്ലാതെ ചെയ്യാവുന്നൊരു മാർക്കറ്റിംഗ് ആണ്. അടുത്ത പോയിന്റ്, ഓൺലൈൻ ലിസ്റ്റിങ്ങുകളും ഡയറക്ടറികളുമാണ്. ഓൺലൈനിൽ പലതരത്തിലുള്ള ഡയറക്ടറീസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഡയൽ പോലുള്ള, OLX പോലുള്ള, സുലേഖ പോലുള്ള ഒരുപാട് ക്ലാസിഫൈഡുകളുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. ഇതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് 5-6 സംഭവങ്ങൾ മനസ്സിലാക്കി ഫ്രീ ലിസ്റ്റിംഗ് ആട്ടോ. ഈ ഫ്രീ ലിസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്ത് പോകണം. യാതൊരു സംശയം വേണ്ട. ഇത് നിങ്ങളുടെ സെർച്ചബിലിറ്റി വർദ്ധിപ്പിക്കും. ഈ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ തന്നെ നല്ല ഫ്ലോ ഉണ്ട്. അതല്ലാതെ ഗൂഗിളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നിങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ഫൈനലി, നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കുക. നല്ല കോണ്ടന്റുകൾ, അതായത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റീസിൽ ഷെയർ ചെയ്യുക. ഫോറംസ് ഉണ്ടാക്കുക. വേണമെങ്കിൽ പലതരത്തിലുള്ള ഫോറംസ് ഉണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതകൾ ഇന്നുണ്ട്. ഇതിനകത്ത് ആൾക്കാരെ ചേർത്ത് നിർത്തുക. ഫേസ്ബുക്കിനകത്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിനകത്ത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിൽ യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം. ഇത് വെച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ആളുകളെ 360 ഡിഗ്രിയിൽ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ച് പണിയുണ്ട്. ഞാൻ പറയുന്നത് ആദ്യത്തെ 6 മാസം ശക്തമായി ഈ 5 സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ ഒരൊറ്റ ആൾ മതി കേട്ടോ. ഒറ്റ ആൾ മതി. 5 പൈസ ചിലവില്ല. നിങ്ങളുടെ സിസ്റ്റവും കുറച്ച് നെറ്റും മാത്രമേ ചിലവുള്ളൂ. ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ടിരുന്നെന്ന് വിചാരിച്ചോ, ഐ ബെറ്റ് യു, ഐ ഗ്യാരണ്ടി യു, നിങ്ങൾ വൈറൽ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്.